ഓക്കെ, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഉറുമ്പുകളുടെ ഫോട്ടോസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI ഉപയോഗിച്ച് 100% ഫ്രീ ആയിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളത് മൈക്രോസോഫ്റ്റ് കോപ്പൈലറ്റ് ആണ്. മൈക്രോസോഫ്റ്റ് കോപ്പൈലറ്റിൽ വന്നാൽ ഇവിടെ ആസ്ക് മീ എനിത്തിങ് എന്നുള്ള ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ്റെ അടുത്ത് വന്നാൽ നമുക്കിവിടെ ഒരു സിമ്പിൾ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യാം. ക്യാൻ യു ജനറേറ്റ് an image of ant. ഇത് ഏറ്റവും സിമ്പിളായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോംപ്റ്റാണ്. ക്യാൻ യു ജനറേറ്റ് an image of ant. ഇതിപ്പോൾ ഒരു ഉറുമ്പിൻ്റെ ഇമേജ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കോപ്പൈലറ്റ്. കോപ്പൈലറ്റ് ഇപ്പോൾ ഒരു ഉറുമ്പിൻ്റെ ഇമേജ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രോംപ്റ്റ് ഒന്നുകൂടി റിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി പ്രോംപ്റ്റ് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇനി ഞാൻ പറയണത് ക്യാൻ യു ജനറേറ്റ് an image of ant ഇൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. ഇത് കൊടുത്താൽ ഇപ്പോൾ കോപ്പൈലറ്റ് ഈ ഉറുമ്പിൻ്റെ ഇമേജ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്കൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഉറുമ്പിൻ്റെ ഇമേജ് കിട്ടിയിട്ടുണ്ട്. നല്ല ഷാഡോ ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി പിക്ചറാണ് കോപ്പൈലറ്റ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കുറച്ച് എഡിറ്റിംഗ് ക്യാപ്പബിലിറ്റി ഒക്കെ കോപ്പൈലറ്റ് തരുന്നുണ്ട്, പക്ഷേ നമ്മളിപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നില്ല. ഇതിൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാനുള്ളത്, ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കോപ്പൈലറ്റിൽ ഒരു പുതിയ ഫീച്ചറായിട്ട് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ ഫീച്ചർ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ ഫീച്ചറും കൂടി കോപ്പൈലറ്റ് തരുന്നുണ്ട് ഫ്രീ ആയിട്ട്. നമ്മൾ ഈ പ്രോംപ്റ്റ് ഒന്നുകൂടി ഒന്ന് റിഫൈൻ ചെയ്ത് വെക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ ചോദിച്ചത് ക്യാൻ യു ജനറേറ്റ് ആൻ ഇമേജ് ഓഫ് ഹാൻഡ് ഇൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മൾ ചോദിച്ചത്. ഇനി അതിനൊന്ന് റിഫൈൻ ചെയ്തിട്ട് ക്യാൻ യു ജനറേറ്റ് ആൻ ഇമേജ് ഓഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ ഉറുമ്പിൻ്റെ കളർ നമുക്കൊന്ന് മാറ്റി വെക്കാം. നമുക്ക് ചുവപ്പ് ഉറുമ്പിന് വേണമെങ്കിൽ റെഡ് ആൻഡ് ഇൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. നമ്മൾ ഈ പ്രോംപ്റ്റ് കുറച്ചുകൂടി റിഫൈൻ ചെയ്താൽ ക്യാൻ യു ജനറേറ്റ് ആൻ ഇമേജ് ഓഫ് റെഡ് ആൻഡ് ഇൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ കുറച്ചൊരു ആക്ഷൻ കൊടുക്കുകയാണ് ഈ ഉറുമ്പിന്. റെഡ് ആൻഡ് സ്റ്റാൻഡിങ് ഇൻ 2 legs ഇൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നാണ് കൊടുത്താൽ ഇതൊരു സ്റ്റാൻഡിങ് ഒരു ഉറുമ്പ് 4 കാലിൽ നിൽക്കുന്ന ഒരു ഇമേജാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് ലാൻഡ്സ്കേപ്പ് ആക്കാം. ഇനി ഈ പ്രോംപ്റ്റിനെ നമുക്കൊന്നുകൂടി റിഫൈൻ ചെയ്തെടുക്കാം. ക്യാൻ യു ജനറേറ്റ് ആൻ ഇമേജ് ഓഫ് റെഡ് ആൻഡ് സ്റ്റാൻഡിങ് ഇൻ 2 legs ഇൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് ഇൻ ദി മിഡിൽ ഓഫ് ഗ്രീൻ പാഡി ഫീൽഡ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി പ്രോംപ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇത് ഒന്നും കൂടി റിഫൈൻ ചെയ്താൽ ക്യാൻ യു ജനറേറ്റ് ആൻ ഇമേജ് ഓഫ് റെഡ് ആൻഡ് സ്റ്റാൻഡിങ് ഇൻ 2 legs ഇൻ ദി മിഡിൽ ഓഫ് ഗ്രീൻ പാഡി ഫീൽഡ് വിത്ത് എ സ്ലൈറ്റ് സ്മൈൽ ഇൻ ഹിസ് ഫേസ്. ഇപ്പോൾ നമ്മൾ ഇമോഷനാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ കുറച്ച് ഇമോഷൻ കൂടി ആഡ് ചെയ്താൽ എങ്ങനെ വരും നോക്കാം. ഇപ്പോൾ കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റ് ക്യാൻ യു ജനറേറ്റ് ആൻ ഇമേജ് ഓഫ് റെഡ് ആൻഡ് സ്റ്റാൻഡിങ് ഇൻ 2 legs ഇൻ ദി മിഡിൽ ഓഫ് ഗ്രീൻ പാഡി ഫീൽഡ് വിത്ത് എ സ്ലൈറ്റ് സ്മൈൽ ഇൻ ഹിസ് ഫേസ്. നമ്മൾ സ്റ്റൈല് സെറ്റ് ചെയ്യാൻ പോകണം. ഇതിലിപ്പോൾ ഏത് സ്റ്റൈലിലാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ടില്ല നമ്മൾ. റിയലിസ്റ്റിക് ആണോ അതോ കാർട്ടൂണിക് ആണോ അനിമേ ടൈപ്പ് ആണോ അല്ലെങ്കിൽ പിക്സാർ ലെവലാണോ എന്നുള്ളത് സെറ്റ് ചെയ്തിട്ടില്ല. നമ്മളത് നമ്മളെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ഇവിടെ പറഞ്ഞു കൊടുത്താൽ മതി. ക്യാൻ യു ജനറേറ്റ് ആൻ ഇമേജ് ഓഫ് പിക്സാർ ലെവൽ ആനിമേറ്റഡ് ഇമേജ് ഓഫ് റെഡ് ആൻഡ്. ഇപ്പോൾ സ്റ്റൈലും കൂടി കൊടുത്താൽ എങ്ങനെ ഏത് രീതിയിൽ മാറ്റം വരുന്നുണ്ട് നമുക്ക് നോക്കാം.
Can you generate a Pixar level animated image of Red Ant standing in two legs in the middle of green paddy field with a slight smile in his face? The background should be pastel blue. നമ്മൾ ബാക്കിയെല്ലാം സെറ്റ് ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് കളർ എന്തായിരിക്കണം എന്നും കൂടി ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഇമേജസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയും. ഇതിൽ ഹൈലി ഡീറ്റെയിൽഡ് ഇമേജ് ഓഫ് പിക്സാർ ആനിമേഷൻ സ്റ്റൈൽ ഓഫ് റെഡ് ആൻഡ് ക്യാരക്ടർ നെയിംഡ് ഉറുമ്പു. നമ്മളൊരു ക്യാരക്ടർ നെയിമും കൂടി കൊടുക്കുകയാണ്. ഉറുമ്പു ഈസ് സ്റ്റാൻഡിങ് ഓൺ 2 legs ഇൻ എ ഗ്രീൻ പാഡി ഫീൽഡ്, സ്ലൈഡ് സ്മൈൽ, ക്രിയേറ്റ് എ ഫ്രണ്ട് വ്യൂ മീഡിയം ഷോട്ട്. ഈ ക്രിയേറ്റ് എ ഫ്രണ്ട് വ്യൂ മീഡിയം ഷോട്ട് ഇമേജ് എന്ന് കൊടുത്തതിൽ ഇപ്പോൾ ആ ക്യാമറ പൊസിഷനും കൂടി നമുക്ക് കൊടുക്കാൻ പറ്റും. ഏകദേശം ഇതേ പ്രോംപ്റ്റ് നമ്മൾ ഏകദേശം പ്രോംപ്റ്റ് സെറ്റ് ചെയ്തു. പ്രോംപ്റ്റ് എല്ലാം സെറ്റ് ചെയ്തു. സ്ലീപ്പിംഗ് ഓൺ ബാക്ക്, ഓൺ ഇറ്റ്സ് ബാക്ക്. ഉറുമ്പ് കിടക്കുന്ന ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പം നമ്മൾ ഇമാജിൻ ചെയ്ത രീതിയിൽ തന്നെ കറക്റ്റായിട്ട് ഉറുമ്പ് കിടക്കുന്നൊരു ഫോട്ടോ ഇത് കോപ്പൈലറ്റ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഇതേ പ്രോംപ്റ്റ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അതിൽ പുതിയ വേരിയേഷൻസ് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഉറുമ്പു ഈസ് സ്ലീപ്പിംഗ് ഓൺ ഇറ്റ്സ് ബാക്ക് ആണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഉറുമ്പു സ്ട്രേഞ്ച് സ്റ്റോൺ എന്നൊക്കെ ആൾക്ക് ഇതുപോലെ തന്നെ നമുക്ക് AI ഉപയോഗിച്ചിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഏത് രീതിയിലുള്ള ഇമേജസ് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ കഴിയും.